വന്നില്ലല്ലോ, അവിടെ എന്തോ പരിപാടി ഉണ്ട്. പ്രതിഷേധം പ്രതിഷേധം പേര് പറഞ്ഞു ഞങ്ങളുടെ പ്രിയം സഹോദരിയെ ഞങ്ങളുടെ പ്രിയം സഹോദരിയെ പീഡിപ്പിച്ചൊരു കള്ളത്തണ്ടി മുരാരി എന്നൊരു തമ്മാടി ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഇല്ല ഇല്ല മാപ്പില്ല ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പീഡന വീരന്മാര് ഇവിടുത്തെ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന സുരക്ഷിത കേരളം എന്നുള്ള ഒരു വലിയ വാക്യമുണ്ട്. ആ സുരക്ഷിത കേരളം സൃഷ്ടിച്ചെടുക്കുവാൻ ഓരോ പ്രദേശത്തെയും യുവാക്കളായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സന്നദ്ധമാകുമെന്നുള്ളത് ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ഭരണകൂടത്തിനോടും പറയാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അടിയന്തരമായിട്ട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം, അതുപോലെ തന്നെ അവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പീഡനത്തിനായിട്ടുള്ള പെൺകുട്ടിക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ആ കൃത്യ നിർവഹണത്തിന് തടസ്സം നിൽക്കുന്ന ആരായാലും അതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പീഡനമാരെ ഈ സമൂഹത്തിൽ വെച്ചുപൊടിപ്പിക്കുവാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകില്ല. അങ്ങനെയുള്ളവരെ നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് കൈകാര്യം ചെയ്യുവാൻ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ സദാ സന്നദ്ധമായിരിക്കും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ പണി ചെയ്തില്ലെങ്കിൽ ആ പണി ഏറ്റെടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുണക്കുട്ടന്മാര് ഓരോ പ്രദേശത്തുമുണ്ട്. അവർ ആ പണി ഏറ്റെടുക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് എത്രയും താന്ത്രിക വിദ്യ അഭ്യസിക്കുവാനും ക്ഷേത്രങ്ങളിൽ പൂജാരിയാവാനുമുള്ള ഒരു പുതിയ വാതായനം തുറന്നു കൊടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്ന മാധവജിയായിരുന്നെങ്കിൽ അവിടെ കൃത്യമായ പൂജാതി കർമ്മങ്ങൾ പഠിച്ചതിനു ശേഷമാണ് അവർ തന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിന്റെ പൂജാരിയോ ആയി മാറുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പലർക്കും ഇന്ന് താന്ത്രിക വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് പട്ടം ചാർത്തി കൊടുക്കുകയാണ്, പൂജാരിയായ പട്ടം ചാർത്തി കൊടുക്കുന്നു, താന്ത്രികമായിട്ടുള്ള പട്ടം ചാർത്തി കൊടുക്കുന്നു. ആ പട്ടം ചാർത്തി കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള രാജന്മാരെ മുരാരിമാരാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പേര് പോലും കളങ്കപ്പെടുത്തിക്കൊണ്ട് ആ മുരാരിമാരെ മുരാരി തന്ത്രിയാക്കുകയും വീട്ടുപേര് ഇല്ലമെന്ന് ആക്കി മാറ്റുകയും ചെയ്യുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവിടുത്തെ LDF നേതാക്കന്മാരാണ്, അതുപോലെ തന്നെ UDF നേതാക്കന്മാരാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് രൂപ ഇവിടുത്തെ LDF അല്ലെങ്കിൽ CPM സഖാക്കന്മാര് ഇവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ആ സഖാക്കന്മാരാണ് ഇന്നലെ മുരാരിയെ ഇവിടെ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവനെതിരെ നിരവധിയായിട്ടുള്ള പരാതികൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എത്ര പരാതികൾക്ക് പരിഹാരം കാണുവാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥരും ഈ തന്ത്രിയുടെ അടിമയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് രീതിയിൽ നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രന് എങ്ങനെയാണോ മറ്റൊരു പോറ്റി വശത്താക്കിയത് എന്നുള്ളതുപോലെ തന്നെ എങ്ങനെയാണോ അടൂർ പ്രകാശിനെ ഒരു പോറ്റി വശത്താക്കിയതെന്ന പോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ, ഈ കള്ളവാറ്റുകാരൻ പണം കൊടുത്ത് അവനെ വശത്താക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുരാരി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോള് മുരാരിക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മുരാരിയെ സംരക്ഷിക്കുവാൻ കൂടി നിന്നിട്ടുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇവിടെ സുരക്ഷിത കേരളം എന്നൊരു മുദ്രാവാക്യം ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള പീഡന കഥകള്, ഇത്തരത്തിലുള്ള പാവപ്പെട്ടവന്റെ അരക്ഷിതാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുരാരിമാര് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിലസുന്നതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സുരക്ഷിത കേരളം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നത്. കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നു. സുരക്ഷിതത്തിന്റെ ഭാഗത്തിന് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്ന പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കണം. പട്ടാപ്പകല് ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങള് തിരുവല്ല പോലെയുള്ള സ്ഥലത്ത് ഒരു സ്പായിൽ കയറി അക്രമം നടത്തി പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. നമ്മള് സിനിമകളിൽ മാത്രമേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന മാധ്യമങ്ങള് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന പല മാധ്യമങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കേരളം ഇന്ന് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കണം. തിരുവല്ലയിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസിന്റെ കാര്യക്ഷമത എത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പിന്നിലും അവരെ സഹായിക്കുന്നത് ആരാണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ സഖാക്കന്മാരാണ് ഈ പറയുന്ന ആൾക്കാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അക്രമവും അനീതിയും എവിടെയുണ്ടോ അവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരത്തിലുള്ള തന്ത്രിമാർക്ക് തന്ത്രിപ്പട്ടം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം കേരളത്തിന്റെ ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ആൾക്കാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ട് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു ദുരവസ്ഥയായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സംരക്ഷകരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവരെക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ കേരളത്തിന്റെ പോലീസ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള സ്ഥലങ്ങളില് ജില്ലകളില് നിരവധിയായിട്ടുള്ള തട്ടിപ്പുകാർ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാര്, മുരാരിമാര്, അല്ലെങ്കിൽ തന്ത്രിമാര്, അല്ലെങ്കിൽ പോറ്റുമാര് തട്ടിപ്പുമായി ഇറങ്ങിയിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉൾപ്പെടെയുള്ളത് ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന, അവർക്ക് ഓശാന പാടുന്ന, അവരെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന മുൻ മന്ത്രിമാരും MLA-മാരുമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഹൈന്ദവ പ്രവർത്തകർക്ക് നേരെ, ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്കെതിരെ സമരം ചെയ്തിട്ടുള്ള ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്കെതിരെ നിരവധിയായിട്ടുള്ള കള്ളക്കേസുകൾ ചമച്ചുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കട്ടിളപ്പാളി ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു പോറ്റി, അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം നമ്പൂതിരിയോ പോറ്റിയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിനായിട്ടുള്ള രൂപ അത് വാങ്ങിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പത്മകുമാർ ഉൾപ്പെടെ ഇന്നലെ വന്നിട്ടുള്ള അടുത്ത സമയത്ത് വന്നിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ ഒക്കച്ചങ്ങായിമാര്, UDF-ന്റെ LDF-ന്റെ ഒക്കച്ചങ്ങായിമാര് കേരളത്തിലെ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങളുടെ ഹൈന്ദവ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളുടെ ഒപ്പം നിൽക്കുന്ന തന്ത്രിമാരെയോ അല്ലെങ്കിൽ പോറ്റിമാരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയോ അവരെ മോശക്കാരാക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു രാജൻ ബാബു വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് ശേഷം ഒരു മുരാരി തന്ത്രിയായി മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഈ മുരാരി തന്ത്രിയുടെ പൂർവ്വകാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഒരു കൊടും വാറ്റുകാരനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വാറ്റുകാരിൽ നിന്ന് ഒരു തന്ത്രിയിലേക്കുള്ള പരിവർത്തനം, ആ പരിവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ LDF-ന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നേതാക്കന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ LDF-ന്റെയും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് MLA ഉൾപ്പെടെയുള്ളവർക്ക് പലർക്കും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന മുരാരിയുടേത്. ഈ മുരാരി കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരങ്ങള്, തോന്നിവാസങ്ങള് ഇവിടുത്തെ സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാൻ വയ്യാത്ത വിധം അല്ലെങ്കിൽ കുട്ടികൾക്ക് ജീവിക്കുവാൻ കഴിയാൻ വയ്യാത്ത വിധം ഇവിടുത്തെ പീഡന വീരന്മാരായിട്ട് ഇവിടുത്തെ തന്ത്രി, ഈ പറയുന്ന മുരാരി തന്ത്രി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ മുരാരി തന്ത്രിക്ക് ആരാണ് സംരക്ഷണം ഒരുക്കുന്നത്? ആരാണ് ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഒരു വാറ്റുകാരനെ തന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ ഈ മാന്യന്റെ വീട്ടുപേര് ചെറുവള്ളിക്കാലായില എന്നുമായിരുന്നുവെങ്കിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വെച്ച വീടിന്റെ പേര് ചെറുവള്ളി ഇല്ലം എന്നാക്കി മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന കേരളത്തില്, ഈ പറയുന്ന ഭാരതത്തില് ഇന്ന് തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടുള്ള താന്ത്രികമാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ കയ്യിലായിരുന്നു ഈ താന്ത്രിക പട്ടമെങ്കിൽ ഇന്ന് അത് മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ
ആ കാലഘട്ടത്തിൽ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏത് സമുദായത്തിൽപ്പെട്ടവനും ഏത് ജാതിയിൽപ്പെട്ടവനും ആ താന്ത്രിക വിദ്യ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, കർമ്മം കൊണ്ട് അവൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ ആ താന്ത്രിക വിദ്യ ചെയ്യുവാനും അവന് പൂജ ചെയ്യുവാനുമുള്ള അവകാശമുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അവർക്ക് പോറ്റി എന്നുള്ള സ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരി എന്നുള്ള സ്ഥാനത്തേക്ക് വരുവാനുള്ള അവസരമുണ്ട്. അതിന് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ പ്രചാരകനായിരുന്ന മാധവ്ജി ഒരു കാലഘട്ടത്തിൽ തന്ത്രവിദ്യാപീഠം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരവധിയായിട്ടുള്ള സമുദായങ്ങളിൽ അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഔചാരികമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ആയി അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതും അത് ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ്. പല ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷറോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ എത്തി, അതുപോലെ തന്നെ ചാരായം വാറ്റും, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത്. വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട്, അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയാം. ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ, ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് വലിയ പ്രചരണമാണ്. ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഇദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത്. ഇതൊക്കെ കണ്ട് അബദ്ധം പറ്റിയാണ് പലരും ഇദ്ദേഹത്തിനെ ഈ ജ്യോതിഷനെ സമീപിക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് ഈ പരിസരത്തൊക്കെ കിടന്ന് കറങ്ങുന്നതല്ലാതെ ആ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയ ആ CCTV ഫുട്ടേജ് പോലും എടുത്ത് പരിശോധിച്ചിട്ടില്ല. ഇദ്ദേഹം എവിടെ പോയി? കാരണം ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സഹായമെല്ലാം പോലീസ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിലെ വലിയ സമ്മർദ്ദം ഇദ്ദേഹം ചെലുത്തുന്നു എന്നാണ് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ മുതലാളി, അദ്ദേഹം ഏതൊക്കെ ചാനലിൽ ഇരുന്നോ അവിടെ എല്ലാം ഇദ്ദേഹത്തെ കൊണ്ടുപോയി പരിപാടിയാണ്. ഈ അടുത്ത കാലത്ത് ഇരുന്ന ആ ചാനലിലും അദ്ദേഹം ആ പരിപാടി ഇദ്ദേഹത്തെ കൊണ്ടുപോയി വലിയ ജ്യോതിഷനാണെന്നും പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ എന്തോ വലിയ പ്രാധാന്യത്തോടു കൂടി ആ മാധ്യമ സ്ഥാപനം കാണിച്ചു. സത്യത്തിൽ ശുദ്ധ തട്ടിപ്പുകാരനാണ്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ആണ് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇവരെ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. ഞാൻ നെടുവത്തൂർ മണ്ഡലത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റാണ്. നമ്മളിന്ന് ഒരു വലിയ പ്രതിഷേധവുമായിട്ടാണ് നമ്മൾ ഇന്നിപ്പം ഈ വെണ്ണക്കരക്കാവിൽ നിൽക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നലെ വളരെ പൈശാചികപരമായിട്ടുള്ള, വളരെ ഈ സമൂഹത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു പ്രവണതയുണ്ടായി. രാജൻ ബാബു എന്നറിയപ്പെടുന്ന 2004, 2005 കാലഘട്ടങ്ങളിൽ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലൊക്കെ ആവുകയും നാട്ടുകാരെയൊക്കെ പറ്റിച്ച് ഒരുപാട് കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മുരാരി തന്ത്രി എന്ന ഒരു ജ്യോതിഷാലയമൊക്കെ ഇട്ടുകൊണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വളർച്ച ഇയാൾക്കുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരുടെ കൂടാണല്ലോ ഈ സമൂഹത്തിലിപ്പം നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഈ മുരാരിയുടെ അവൻ്റെ സ്വന്തം നാട്ടിൽ അയാൾക്ക് ഈ ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ നാട്ടുകാരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിസരത്തുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലുള്ള ആരും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒന്നിനും പോകാറില്ല. കാരണം ഈ മുരാരിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഇയാളുടെ രീതികളും കാര്യങ്ങളുമൊക്കെ ഈ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. പക്ഷേ ഇയാൾ കുറേ കാലങ്ങളായി കടയ്ക്കൽ മേഖലകളിലൊക്കെ മുരാരി ജ്യോതിഷാലയം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഓഫീസൊക്കെ ഇട്ടുകൊണ്ട് കുറേ നാളുകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് എനിക്കറിയാം. ഞാനൊരു 3 വർഷം വരെ ഈ മുരാരി ജ്യോതിഷാലയം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ജ്യോതിഷാലയം അടച്ചുപൂട്ടി. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രവണതകളായിരിക്കും, അതുകൊണ്ടായിരിക്കും നാട്ടുകാർ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അത് അടപ്പിച്ചതായിട്ടാണ് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഈ ജ്യോതിഷത്തിൻ്റെ മറവിൽ, കാരണം ഈ ജ്യോതിഷം എന്ന് പറയുന്നൊരു സംഭവം അത് ഒന്നുകിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലഘട്ടം തൊട്ട്
ഇങ്ങോട്ട് ജ്യോതിഷമായിട്ട് ഇരുന്ന ആൾക്കാരുടെ വരും തലമുറയിലുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു വാസന ഉണ്ടാവും, അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജ്യോതിഷത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അനേക വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പം അത്തരത്തിലുള്ളൊരു പഠനമോ കാര്യങ്ങളോ ഒന്നും ഇയാളിൽ നിന്നൊന്നും നമ്മൾ അങ്ങനെ കേട്ടിട്ടുമില്ല. പിന്നെ ഇയാൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു, ഖത്തറിൽ പോയി പൂജ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് അതെ അതെ കൂടുതൽ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും പൊട്ടക്കണ്ണം മാവി അടിക്കണോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ്, അതായത് ഇവനെ പോലുള്ള ഫ്രോഡുകൾ പറഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് പറയുന്നത്. അതായത് ഈ നാട്ടിൽ നല്ല ജ്യോതിഷം നടത്തുന്ന ആൾക്കാരുണ്ട്, ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ആൾക്കാരുണ്ട്, അവർക്കും അപമാനമാവുന്ന തരത്തിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ നമുക്ക് ഒരിക്കലും വെച്ചുപുറ പറ്റുന്നില്ലല്ലോ.